everyone, this is Shweta. My name is Inder and welcome to our channel. It's time to start the reactions of movie Padakalam. Let's watch it. മന്ത്രവും മായാജാലവും സാധാരണമായിരുന്ന ഒരു കാലത്ത് വിജയനഗര വാണിരുന്ന ആദിത്യ മഹാരാജാവ് തന്റെ വിനോദത്തിനായി ഒരു മാന്ത്രിക വസ്തു നിർമ്മിച്ചു. നിരന്തരമായി ആ വസ്തു ഉപയോഗിച്ചിരുന്ന രാജാവ് അതിന്റെ സാധ്യത വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി. ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് തന്റെ പക്കലുള്ളത് എന്ന് തിരിച്ചറിയുന്ന രാജാവ് അതിന്റെ സാന്നിധ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ആദിത്യ രാജാവിന്റെ പക്കലുള്ള ഈ വസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് പടയുമായി എത്തിയത് ടിപ്പു സുൽത്താനാണ്. രാജാവിനെ കപടതന്ത്രങ്ങളാൽ കീഴ്പ്പെടുത്തുന്ന ടിപ്പു താൻ തേടി വന്നത് സ്വന്തമാക്കുന്നു. ലോകം കീഴടക്കാനായി പുറപ്പെട്ട ടിപ്പു തന്റെ പടയോട്ടത്തിലെ സുപ്രധാന ആയുധമായി ആ വസ്തുവിനെ മാറ്റുന്നു. തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാജാവിനെ കാണുന്നത് വരെ മഹാമന്ത്രവാദിയായ കരിങ്കുട്ടിയുടെ സഹായത്തോടെ വസ്തു കാർത്തിക തിരുനാൾ രാജാവിലേക്ക് വന്നു ചേരുന്നു. ആ വസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്ന അപകടം രാജാവ് തിരിച്ചറിയുന്നു. ആ ശക്തിയുടെ ദുരുപയോഗം തടയാൻ രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത് യഥാസ്ഥാനം താളിയോലുകളിൽ രേഖപ്പെടുത്തി രഹസ്യമായി വെക്കുന്നു. തുടർന്ന് വരുന്ന നൂറ്റാണ്ടുകളിൽ ആ വസ്തുവിന്റെ സാന്നിധ്യം ആരാലും അറിയാതെ പോകുന്നു. അതിന്റെ ചരിത്രം ആ രാജപരമ്പരകളിലെ ഒരു കെട്ടുകഥയായി മാറുന്നു. എന്നാൽ പല തലമുറകൾക്കിപ്പുറം കെട്ടുകഥയിലെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ സത്യം തേടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. ചേട്ടാ ചിത്തിര തിരുനാളല്ല, കാർത്തിക തിരുനാൾ കോളേജ്. അധികം പഠിപ്പിക്കല്ലേ ചേട്ടാ. ഇന്നലെയാണ് അവിടെ ആളുണ്ടായിരുന്നു. അല്ല കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഓർഡർ ചെയ്യാം, കോളേജിലോട്ട് ഓർഡർ ചെയ്യാം. എടാ ഒരു ടൈം മെഷീൻ കിട്ടും. എന്തിനായിരുന്നു? ഒരു ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ ഇന്നലെ ഡെലിവർ ആയിരുന്നു. എടാ നീ സൂര്യയുടെ മറ്റേ 24 വാച്ച് ഓർഡർ ചെയ്യടാ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറേ. ഇരുന്ന് വരക്കടാ അങ്ങോട്ടും അവന്റെ ടൈം തിരിച്ചു ചേർക്ക. അങ്ങനെ ടൈം ട്രാവൽ എന്തേ പഴവലെ അയക്കണില്ലല്ലേ? രസമുണ്ട്. എടാ അതെ, നമുക്ക് ഇവന്റെ വാടപ്പിക്കാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. 4 ക്രീം ബൺ. ക്ലാസ് ഒന്നും ഇല്ല ചേട്ടാ, ഇത് ഫസ്റ്റ് ഓവർ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഓവർ കഴിഞ്ഞിട്ടല്ലേ സ്ട്രൈക്ക് വിളിക്കൂ. ഇവന്മാർക്ക് എന്താ പിന്നെ ക്ലാസ് തുടങ്ങുന്നു? എടാ PR വർക്കാടാ. അവന്മാർക്ക് പിള്ളേർ ക്ലാസ്സിൽ വേണം. PR പട്ടി ഷോക്ക്. അവനൊക്കെ നല്ല പ്രായം ഉണ്ടല്ലോ, ഇപ്പോഴും സമരം വിളിച്ച് നടക്കണം. അതായത് അവള് NIT ഡാൻസ് കോമ്പറ്റീഷൻ പോയിക്കുമായിരുന്നല്ലോ. അപ്പം 2 ആഴ്ച നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന്റെ ഒരു ഗിഫ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റാ ഈ തൊടല Duplicate. ഒരു ഓർമ്മയ്ക്ക്. അത് സൈക്കിൾ ചെയ്യുന്ന തമ്മിൽ എന്താണ് ബന്ധം? അത് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവള് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴും സുന്ദരിയാണ്. Cringe. അപ്പൊ അന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴി അവളെ സൈക്കിൾ ഇടിച്ച്. അപ്പൊ നീ ഓടിപ്പോയി അവളെ എടുത്ത് പൊക്കി കണ്ണും കൊണ്ട് ലോക്കായി. അതല്ല, ഞാനടിച്ച്, എന്റെ സൈക്കിൾ അടിച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഞാനവിടെ 2 ആഴ്ച നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നു. അങ്ങനെ പയ്യെ സെറ്റായി. ഇതൊന്നും കാണാനും കൂടെ ഉള്ള താണി എനിക്കില്ല. അപ്പൊ ക്രീം ബൺ ചേട്ടാ, ക്രീം ബൺ പൊതിഞ്ഞെടുത്തോ? Okay. എടാ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ നിർത്തിയിട്ട് വല്ല പടം പിടിച്ചാലോ ആലോചിക്കണം. ശക്തിമാനൊക്കെ വെച്ചിട്ട് മോന്റെ ഡെയിലി കണ്ടല്ലോടാ. എങ്ങനെയുണ്ട്? ശക്തിമാൻ നിർത്തിയതാ, പുള്ളി പോയി. വയസ്സായി പുള്ളിക്ക്. ചെയ്താ പോരെ? ടോവിന് പറ്റില്ലടാ. മിന്നൽ മുരളിയൊക്കെ ചെയ്ത് പുള്ളി വലിയ ആളായി. ഇവിടെ നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരോടെ കൊടിയും പിടിച്ച് സമരം ചെയ്തോണ്ടിരിക്കേണ്ട ശക്തിമാനും മിന്നൽ മുരളി. അല്ല, ഈ സമരേ കോളേജിലെ 4-5 ഊള പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാൻ ഇന്ത്യൻ. ആ എന്താടാ നീ ഇവിടുത്തെ തൊടലൊക്കെ പിടിച്ചില്ലേ? റംസാദേ എന്താടാ ബ്രേക്കപ്പ് ആണോ? ഇല്ല, പക്ഷെ ആവും. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നു. കപ്പിലെ ട്രീറ്റ് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്താലോ? നീ കാണുമല്ലോ അല്ലേ, വെറുതെ പറ്റിക്കരുത്. ഞാൻ നോക്കാം. നോക്കാമോ? വരാട്ടോ, വണ്ടിയെല്ലാം റെഡിയാണോ? എടാ ഞാനൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് തനിച്ച് സംസാരിക്കാൻ Okay. എന്റെ പെർമിഷൻ ആണോ? ദീപിക പെട്ടെന്ന് പോര്. എടി എന്താ നടക്കുന്നത് ഇവിടെ? എടാ നിന്നെ കാണാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിനക്ക് അഡ്മിഷൻ കിട്ടിയ അതേ കോളേജിൽ നിന്റെ അതേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. എന്നെ കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. That means there's something wrong. എടാ അവക്ക് വേറെ ആരെങ്കിലും? എനിക്കറിയില്ല, അവള് കാരണമൊന്നും തെളിച്ചു പറഞ്ഞിട്ടില്ല. എടാ ഉള്ളത് പറയാലോ, കാരണം ഇപ്പൊ നീ ആവാൻ സാധ്യതയുണ്ട്. നീ തന്നെ. അവളാണെങ്കിൽ ഏത് സമയം അവളുടെ കൂട്ടുകാരപ്പം ട്രിപ്പൊക്കെ പോണരുത്തി. നീ ആണെങ്കിൽ ഈ മൂലക്ക് ഒതുങ്ങി കൂടി ചേരൂലടാ. എടാ ഒന്നുമല്ല, നീ നോക്ക്, അവളിരിക്കുന്ന അവിടെയും ഞാൻ ഇരിക്കുന്ന ഇവിടെയും ഈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. എടാ ഇപ്പത്തുള്ള ഈ അവസ്ഥ മാമയുണ്ടല്ല, ഇത് ബ്രേക്കപ്പ് ആണെന്ന് നീ അംഗീകരിക്കണം. അവളെ വിടു നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അത്. എടാ നോക്കി, നീ ഇപ്പൊ ഉടനെ ജർമ്മനിക്ക് പോയില്ലേ, അത് തീർക്ക്. ശരി, ഞാൻ ഇപ്പം എന്താ വേണ്ടേ? ഒരു ഐഡിയ ഉണ്ട്, നടക്കൂലെന്ന് അറിയത്തില്ല. നീ ഒരു പേപ്പർ എടുക്ക, അതിൽ നീ അവളെ പറ്റി തോന്നുന്ന എല്ലാം എഴുതുക. തെറിയാണെങ്കിൽ അതും എഴുതിക്കും. നിന്റെ വിഷമം എല്ലാം എഴുതി തീർന്നു മനസ്സിലാകുമ്പോ നീ ആ പേപ്പറിന് തീ വെക്കുക. അത് കത്തി ചാമ്പലാകുമ്പോ ഒരു സമാധാനം കിട്ടത്തില്ല. കൊള്ളാടാ, സൂപ്പർ ഐഡിയ. താങ്ക് യു. കുറെ ഹിന്ദി പടം കണ്ട് വന്നേക്കണം. എടാ ഒരു പേപ്പർ തരാമോ? Okay. ഓക്കെ. So today we are learning about parabolic ആരാടാ എറിഞ്ഞ? ഇതാരാ ചുരുട്ടി എറിഞ്ഞെന്ന്? Okay. ഇതിന്റെയൊക്കെ വീടുകൾ കാണിക്കുന്ന പരിപാടിയാണോ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകനോട് കാണിക്കുന്നത്? That's actually wrong. ഒരു കുഴപ്പമില്ല. കളിയാക്കുന്നാടാ നീയൊക്കെ. എന്തുവാടാ ഇത്? എന്തല്ലാന്ന്? നിനക്കൊക്കെ അഹങ്കാരമാണ്. ഒരുത്തൻ പഠിപ്പിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് താൻ എന്താണോ ഉണ്ടാക്കുന്നത്? സാർ ഒരു അത്യാവശ്യത്തിനായിരുന്നു. എന്ത് അത്യാവശ്യം? അവന്റെ പുതിയ കാർട്ടൂൺ ഇറങ്ങിക്കാണ് സാറേ. ആരാ തന്റെ അത്യാവശ്യം? പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? സമരമല്ല സാറേ, അതിന് ഒരു മിനിമം മര്യാദ കാണിക്കണോ? സാറേ വെറുതെ അലമ്പാക്കരുത്. തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ എടുക്കണം, മനസ്സിലായോ? നിങ്ങളോടൊക്കെ മര്യാദ സംസാരിച്ചിട്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത എച്ച്ഒഡിയുടെ യോഗ്യതയുടെ പേരിലാണ് ഈ സമരം. മനുഷ്യന്മാരെ പോലെ സംസാരിക്കണോ? സാറേ വീട്ടിൽ പെണ്ണുമ്പിള്ളേറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ പിള്ളേരുടെ നെഞ്ചത്തോട് തീർക്കരുത്. വീട്ടുകാരെ പറയുന്നു. എന്താ പ്രശ്നം? ഹലോ 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 സമരം വിളിക്കാൻ വന്നാണ് സാറേ ഇയാള് വെറുതെ. സാറേ പിള്ളേര് സമരം വിളിച്ചിട്ടങ്ങ് പോവില്ലേ? ഇവന്മാര് പുറത്തിറങ്ങിയാലേ ഇതിന്റെ അപ്പുറം കാണിക്കും. സാറ് പിള്ളേരായി പ്രതികരിക്കും, തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാൽ ചെയ്യട്ടെ. Okay. നീ പറയാനുള്ള പറഞ്ഞു. നിങ്ങളുടെ ബ്രാഞ്ചിൽ എച്ച്ഒഡി, അതായത് നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട അതേ ആളുടെ പേരിൽ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റാരെക്കാളും നിങ്ങൾ ഈ സമരത്തിൽ സഹകരിക്കണം, ക്ലാസ് ബഹിഷ്കരിക്കണം.
എന്ത് പറ്റി സാറേ മൂക്കില്? നശിച്ച പിള്ളേര് അടിച്ചു ഊർത്തി. ബാക്കിയുള്ള സാറന്മാരെ പോലെ പിള്ളേരെ ചാക്കിടാൻ നമുക്കറിയില്ലല്ലോ. കൂടുതലല്ല, അത്ര നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മളൊക്കെ കാണും. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല സാറേ. നമുക്ക് മുകളിലുള്ള HOD മാറ്റാനാണ് പിള്ളേർ ഈ മുറവിളി കൂട്ടുന്നത്. അതിന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും എക്സ്പീരിയൻസ് നോക്കിയിട്ട് HOD സാറ് വരുന്നില്ലേ? അല്ല, എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ പോയിട്ട് വാ. എടാ സാർ, ഇയാൾ ഇതിനകത്ത് നിന്ന് സ്ഥാനമാറ്റം ചെയ്യാതെ ഒരു രീതിയിൽ ഞങ്ങൾ സഹകരിക്കാൻ പോണില്ല. ഇവിടുന്ന് മാറാൻ പോണില്ല. ചൂടാവല്ലടാ പ്രവീണെ, കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാർ, ഇയാളെ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? സാറേ, പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാറെ, കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആ രാഘവൻ സാറിനെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്യാനോ? അതെ സാറേ, ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. സാർ, ഒരു കാര്യം കൂടെ, അടുത്ത HOD ഉടനെ തന്നെ നിയമിക്കണം. അതൊന്നും പറ്റില്ല. അതെന്താണ്? അതിനൊക്കെ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണം. ഈ സമയം കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ രാഘവൻ സാറിനെ HOD ആക്കിയത്. അതെ, നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സംസാരിച്ച്. സാറേ, തോന്നിയ പോലെ ഒരാളെ കൊണ്ട് ഇവിടെ നിയമിക്കാനൊന്നും പറ്റില്ല. അതിന് അർഹിച്ച ഒരാൾ തന്നെ വേണം. അത് രഞ്ജിത് സാറാണ്. ആളെ തന്നെ നിയമിക്കണം. അത് നടക്കില്ല. എക്സ്പീരിയൻസ് കൊണ്ട് HOD ആവേണ്ടത് ഷാജി സാറാ. ആ, ബെസ്റ്റ്. അതിന് എക്സ്പീരിയൻസ് മാത്രം നീ വിളിക്കണം. സാറേ, ഈ സമയത്ത് Okay. എന്തുകൊണ്ട് ഇവിടെ HOD ആവാൻ യോഗ്യൻ? അത് ഷാജി സാറാണ്. കൺഗ്രാറ്റ്സ് ഷാജി സാർ. ഓക്കെ, ഹാപ്പി ഹാപ്പി ഹാപ്പി. Okay. Okay, he's fishy, yeah. He's too good actually. He's too sweet. That is dangerous. Okay. You can. Okay. Okay. Wonderful game. I remember इसके ट्रेलर में रिएक्ट किया था हमने. He can control Control people. That's I remember that trailer. Oh. ഒത്തിരി ഒത്തിരി തോ ഇയാളല്ലേ പഠിച്ചേ? ഇയാളല്ലെന്ന് പറയുന്നു. Oh, the battlefield. This is good. I remember this trailer. We have reacted on this trailer. किसी if को you see वश the- में this- करना I think so. dog. The story at the start, the artifact जिसे हाँ। यही तो नहीं कहीं वो artifact. मेरे को from which लग you can रहा है control यही, people. हाँ यही रहेगा.
यही रहेगा यार, because now Because he's he's very controlling. sweet in front of everyone, but he's has another game. And what all things he gonna play now? Yeah. It will be fun to watch here. Student But versus he him. saw him. The other one, na? Remember in the The- trailer also they were discussing at the start, right? So okay, now we have to see. But he's also going through a heartbreak now. So what's gonna happen? Okay, now I'm excited for this movie, guys. Meanwhile, take care. Bye bye.